ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഓശാന ആചരിച്ചല്ലേ. ഓശാന ഞായറാഴ്ച എനിക്ക് വന്നൊരു വാട്സപ്പ് സ്റ്റാറ്റസ്. ആ സ്റ്റാറ്റസിലെ ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തിൽ ഏറെ സ്പർശിച്ച കുറേ വാക്കുകളായിരുന്നു. അത് എന്നെക്കുറിച്ചും എൻ്റെ ചുറ്റുമുള്ളവരെക്കുറിച്ചുമൊക്കെ എനിക്ക് ചിന്തിക്കാൻ ഒരു അവസരം ഒരുക്കി തന്നു. അപ്പം അതിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മുന്നിലൊരു കാൽവരി കാത്തു നിൽക്കുന്ന അറിഞ്ഞിട്ടും ചുറ്റുമുള്ളവരുടെ സന്തോഷങ്ങൾക്ക് അവൻ മാറ്റുമുട്ടി. രാജവീതിയിലെ കുതിരക്കുളമ്പടി ശബ്ദങ്ങളെ സമാധാനത്തിൻ്റെ മാറ്റലുകൊണ്ട് അവൻ തിരുത്തി എഴുതി. സഹനം കൊണ്ട് പട്ടാഭിഷേകം നടത്തിയിട്ടും സ്നേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കരുണയുടെ കിരീടവും എളിമയുടെ ചെങ്കോലുമായി അവൻ നിന്നു. അപ്പം ഈ ഒരു വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി സ്പർശിച്ചു. എന്നെക്കുറിച്ച് തന്നെ ഞാൻ ചിന്തിച്ചു. ഇന്ന് തൻ്റെ കൂടെ സന്തോഷിക്കുന്നവർ, ഓശാന പാടി ഒരു രാജാവായി തന്നെ കാണുന്ന മനുഷ്യർ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പം ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു മുന്നിൽ നിൽക്കുമെന്നും, അതുപോലെ തന്നെ തൻ്റെ കൂടെ നടക്കുന്ന തൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ പലരും തന്നെ വിട്ട് ഓടി അകന്നു പോകുമെന്നും, തന്നെ ഒറ്റിക്കൊടുക്കുമെന്നും, തന്നെ തള്ളി പറയുമെന്നും ഒക്കെ അറിയായിരുന്നു. അത് അറിഞ്ഞിട്ടും അവരുടെ സന്തോഷത്തിന് അവൻ മാറ്റിൽ കൂട്ടി. അവരുടെ കൂടെ തന്നെ നിന്നു. ഒരു മരണവേദനയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷത്തിന് അവൻ മുൻതൂക്കം കൊടുത്തു. അതായത് തൻ്റെ ആ ഒരു ദുഃഖങ്ങളെല്ലാം അവൻ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അത് ആരോടും പറയാതെ അവൻ മറ്റുള്ളവരുടെ സന്തോഷത്തിലേക്ക് അവൻ ഒതുങ്ങി നിന്നു. അതാണല്ലോ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും ആർക്കും സാധിക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പല സംഭവങ്ങളും നമുക്കുണ്ടാകാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ ഗ്രൂപ്പിലുള്ള കുറേ ആൾക്കാർ കാണുമായിരിക്കും. എനിക്കൊരു ദുഃഖം വരുവാണെങ്കിൽ അത് ഞാൻ കുറേ പേരോടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോട്, അടുത്ത ഫ്രണ്ട്സിനോട്, അപ്പോൾ അടുത്ത റിലേറ്റീവ്സിനോടൊക്കെ നമ്മളൊന്ന് വിളിച്ച് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. കാരണം അവരുടെ വായിൽ നിന്ന് നമുക്ക് കുറേ ആശ്വാസവാക്കുകൾ കിട്ടും. കൂടാതെ അവരോട് നമുക്ക് പ്രയർ റിക്വസ്റ്റ് ഒക്കെ കൊടുക്കാം. അപ്പം അത് നമ്മളെ ഒത്തിരി ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കുറേ ആൾക്കാർ. വേറെ കുറേ ആൾക്കാരാണെങ്കിൽ അവരുടെ ദുഃഖം അവരും പുറമേ കാണിക്കത്തില്ല. അവരുടെ ഉള്ളിൽ തന്നെ വെച്ച് ആ ഒരു ദുഃഖം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരോടൊരു സാധാരണമായിട്ട് തന്നെ പെരുമാറും, സാധാരണമായിട്ട് സംസാരിക്കും, സാധാരണമായിട്ട് ഇടപഴകും. അതായത് അവരുടെ ഒരു ദുഃഖം അവരുടെ ഉള്ളിലുണ്ടെന്ന് അവർ കണ്ടാൽ അറിയത്തില്ല. അങ്ങനെ കുറേ കൂട്ടരും. പക്ഷേ റീസെൻ്റ്ലി ആണ് എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് വേറെ ചില കൂട്ടരുണ്ടെന്ന്. പക്ഷേ അത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. കാരണം നമ്മളിപ്പം സ്ഥിരം അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നവരായിരിക്കും. അപ്പം അവരിൽ നിന്ന് വലിയ മെസ്സേജുകളൊന്നും വന്നില്ലെങ്കിലും ചിലപ്പോൾ ഒരു ഗുഡ് മോർണിംഗോ ഗുഡ് നൈറ്റോ ഒക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ 1-2 ആഴ്ച നമ്മൾ മെസ്സേജ് വിടാൻ നമുക്കൊരു സാഹചര്യം കിട്ടിയില്ല. അപ്പം അവരയക്കുന്നില്ല. അപ്പം നമ്മൾ തിരിച്ചങ്ങോട്ട് അയക്കും, അറിയോ ഓക്കെ, എന്താ മെസ്സേജ് അയക്കാത്തത്, അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് എന്നോട് കണക്കമാണോ എന്ന് നമ്മൾ അങ്ങോട്ട് അയക്കുമ്പം അവരുടെ ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓക്കെ അല്ല, എനിക്ക് ഭയങ്കര പ്രോബ്ലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്യൂ ഉണ്ട് ഇപ്പം. അപ്പം ഈ ഇഷ്യൂ തീരുന്നിടം വരെ ഞാനാണെങ്കിൽ ആരുമായിട്ടും കോൺടാക്ട് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ, എന്താ പ്രശ്നം, കാര്യം പറയാം. അപ്പം അന്നേരം പറയണത് ഇങ്ങനെയാണ്: എനിക്ക് ഈ കാര്യം ആരോടുമായിട്ടും പങ്കുവെക്കാൻ ഇഷ്ടമില്ല. ഈ ഒരു കാര്യം കഴിയുന്നിടം വരെ നിങ്ങളുമായിട്ട് മിണ്ടാൻ എനിക്കിഷ്ടമല്ല, നിങ്ങളുമായിട്ട് മെസ്സേജ് അയക്കാൻ എനിക്കിഷ്ടമല്ല. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം നമ്മൾ കാരണമാണോ ഈ പ്രോബ്ലം ഉണ്ടായത്, അതോ ഞാനാണോ ആ പ്രോബ്ലത്തിന് കാരണമെന്നും. പക്ഷെ അങ്ങനെയല്ലായിരിക്കും. എങ്കിൽ പോലും അവർ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ: ഈ പ്രോബ്ലം കഴിയാതെ ഞാനാണെങ്കിൽ ഒരു സോഷ്യൽ ലൈഫ് ആഗ്രഹിക്കുന്നില്ല, ഞാൻ നിങ്ങളുമായിട്ട് മിണ്ടാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുമായിട്ട് മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കും, ഞാൻ ആ പ്രോബ്ലം കെട്ടിപ്പിടിച്ചിരുന്നേക്കാം എന്നൊരർത്ഥമാണ്. അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെയുള്ള ആൾക്കാരും ഈ ലോകത്തുണ്ടോ? അപ്പം ചിലപ്പോൾ അവർ നമ്മളോട് ഈ ഒരു ഞാനെന്ന വ്യക്തിയോട് മാത്രമായിരിക്കും അവർ ആ ഒരു പ്രോബ്ലം ഷെയർ ചെയ്യാത്തത്, നമുക്കറിയത്തില്ല, അത് അവരുടെ പേഴ്സണൽ കാര്യം. എങ്കിൽ പോലും ഇങ്ങനെ പെരുമാറുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ ഒത്തിരി ചിന്തിച്ചു. അതെന്നെ ഒത്തിരി ഹർട്ടാക്കി. കാരണം നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അപ്പം നമ്മൾ എങ്കിൽ പോലും ഓക്കെ, അവരുടെ സ്വഭാവം അങ്ങനെ, അപ്പം അവരുടെ ആ ഒരു സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വ്യത്യാസമില്ലല്ലോ. അപ്പം നമുക്ക് സമയം കിട്ടുമ്പോൾ നാഴിക്ക് 40 വട്ടം നമ്മൾ അങ്ങോട്ട്, നിങ്ങളുടെ പ്രശ്നം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നം